നാഷണൽ പാർക്കിലാണ്. അബിയുടെ താമസ സ്ഥലത്ത് നിന്നും 55 കിലോമീറ്റർ ദൂരെയാണ് ഈ ബനാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ ഒരു കാട്ടിലുള്ള സഫാരി പോയി, അതിനുശേഷമാണ് സൂവിലേക്ക് പോകുന്നത്. ഒരു അടിപൊളി സൂ ആണ്, അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത ശേഷം മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ നമുക്ക് സൂ കാണാനായിട്ട്. ഇനി നമുക്ക് സഫാരി കഴിഞ്ഞു, ഇനി പോകേണ്ടത് സൂവിലേക്കാണ്. അതാണ്ടേ സൂവിൻ്റെ എൻട്രിയാണ്. വെള്ളം വെള്ളം ഇതൊരു ബഗ്ഗിയാണ്. ഈ ബഗ്ഗിയിൽ നമുക്ക് ബനാർഘട്ട സൂ മുഴുവൻ പോയി കാണാവുന്നതാണ്. നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഈ ബഗ്ഗിയിൽ യാത്ര ചെയ്ത് സൂ കാണണമെന്നുള്ളവർക്ക് ഈ സൂവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഈ ബഗ്ഗിയിൽ കൊണ്ട് കാണിക്കുവർ. ഈ ബഗ്ഗിയിൽ യാത്ര ചെയ്യാൻ ആളൊന്നിന് 100 രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഈ ബഗ്ഗിയിൽ സൂ മുഴുവനും അവർ നിർത്തി നമ്മളെല്ലാ കാഴ്ചകളും കാണിച്ച് തിരിച്ചു കൊണ്ടുവിടും. നല്ലൊരു നടപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിശ്രമ കേന്ദ്രങ്ങൾ കാണും. നടന്ന് മടുത്ത് വരുന്നവർക്ക് വന്നിരിക്കാം, കിടക്കാം, എങ്ങനെ വേണമെങ്കിലും വിശ്രമിക്കാം. അതിനുള്ള സെറ്റപ്പ് ഇതിലുണ്ട്. ഇത് ജിറാഫ്. നല്ല രീതിയിൽ ചൂടായതുകൊണ്ട് തന്നെ ദാണ്ട് ഇവിടെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുങ്ങൾക്ക് തണുപ്പ് കിട്ടാനായിട്ടായിരിക്കും. ദാണ്ട് നല്ലതുപോലെ ചുറ്റും അവർ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ജിറാഫൊന്നും ഇല്ല, ഒരു 2-3 എണ്ണം, അതിൽ കൂടുതലൊന്നും വന്നില്ല. അടുത്തത് മാനിൻ്റെ ഒരു കൂട്ടത്തെയാണ് കണ്ടത്. കുറച്ച് മാനേ അവിടെ ഉള്ളൂ. ഇതാണ് ബഗ്ഗിയിലെ യാത്ര. ഇങ്ങനെ ഇത്രത്തോളം ആളുകളെ കൊള്ളിച്ചുകൊണ്ട് അവർ നിർത്തി പതിയെ എല്ലാം തന്നെ കാണിച്ചാണ് പോകുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ മൃഗങ്ങളുടെ തല മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ തല വെച്ച് ഫോട്ടോ എടുക്കാവുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ബനാർഘട്ട സൂവിൻ്റെ ഒരു മാപ്പാണ്. ഇത് നോക്കി തന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് കാണാൻ പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇന്ന് ഈ ആനിമലിനെല്ലാം കൊടുത്തേക്കുന്ന ഒരു ഫുഡിൻ്റെ മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഹനുമാൻ കുരങ്ങൻ. ഇത് കടുവ, നല്ല ഉറക്കത്തിലാണ്. ഇത് ആമയും മരപ്പെട്ടിയുമാണ്. ഒരു സൈഡിൽ ആമ കിടക്കുന്നു, മറ്റൊരു സൈഡിൽ മരപ്പെട്ടി ഇട്ടേക്കുന്നു. ഇത് കരടി. നല്ല ഭംഗിയുണ്ടായത് കരടി നടന്നു വരുന്നതും. അതുപോലെ തന്നെ വേണ്ട തട്ടിലേക്ക് കയറുന്ന ആ ഒരു ഭാഗം എനിക്ക് കിട്ടിയില്ല. കയറിയിരുന്ന് ഏതാണ്ട് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ഇത് എമു. കുറച്ചേ ഉള്ളൂ. എമു ഒക്കെ ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ഭാഗത്തെ കൂട്ടം കൂടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാട്ടിലെ പട്ടി. അതിൻ്റെ മുകളിലായിട്ട് നല്ല പട്ടിക്കൂടുണ്ട്. കുറച്ച് പട്ടിയൊക്കെ അവിടെ വിശ്രമത്തിലാണ്. ചെന്നായിനെ കണ്ട് ഐറു അനുകരിക്കുന്നതാണ്. ഇത് കഴുതപ്പുലി. കാട്ടിലെ സിംഹത്തെക്കാളും കടുവയെക്കാളും ഒക്കെ കുഴപ്പക്കാരനാണ്. കണ്ട ഇപ്പോൾ തന്നെ ഇവിടെ പരസ്പരം പോരും വഴക്കും ഒക്കെയാണ്. ഇത് നോക്കിക്കോണേ. ഇത് കുറുക്കൻ. വെയിൽ കാരണമായിരിക്കും അത്രയും അകത്തേക്ക് പോയി കിടക്കുവാണ്. എല്ലാണ്ടും തന്നെ ഒരെണ്ണം അങ്ങാണ്ട് ഇത് ചെറുതായിട്ട് ഇറങ്ങി നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാണ്ടും വിശ്രമത്തിലാണ്.
ഇത് ചെന്നായ മരത്തണലിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ് ആശാന്. കണ്ടോ? ഇനി ഇവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. ആ ബോട്ടിങ്ങിനുള്ള ആളുകളാണ് നിൽക്കുന്നത്. നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം എല്ലാം ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞതാണ്. മാത്രമല്ല ഇവിടെ കുറച്ചൊരു ഏരിയയെ ബോട്ടിങ്ങിനായിട്ടുള്ളൂ. ഒരുപാട് ഏരിയ ഒന്നുമില്ല. ഇങ്ങനെ ദാണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കറങ്ങി വരത്തേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നുമില്ല. ഇവിടെ വാ, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. ഇനിയും സൂല ഒരുപാട് കാഴ്ചകൾ ബാക്കിയാണ്. ഇത് മാനുകളുടെ സെക്ഷനാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല കൂർത്ത കൊമ്പുകളൊക്കെ ആയിട്ട് തീരെ കുഞ്ഞു മാനുകളാണ് നിൽക്കുന്നത്. ഇത് ഹിപ്പോപ്പൊട്ടാമസ്. അതാണ് അതിൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുക. അതങ്ങനെ കിടക്കുക. ഒരെണ്ണം മുങ്ങിക്കിടക്കുന്നുണ്ട്. മുങ്ങിക്കിടക്കുന്നത് ദേഹത്തേക്ക് വെള്ളം തട്ടിക്കൊടുത്ത് നനയ്ക്കുന്നുണ്ട്. ഇതാ ഇവിടെ മാനിൻ്റെ പല വെറൈറ്റികളാണ്. പുള്ളിമാനുണ്ട്, കൊമ്പൊക്കെ നല്ല വളഞ്ഞിട്ടുള്ള മാനുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ട നല്ല ഭംഗിയല്ലേ? അറിയാതെ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് പോയി. അതുപോലെ നല്ല ഭംഗി തോന്നി. ഇനി ആനകളുടെ സെക്ഷനാണ്. അതിന് മുമ്പായിട്ട് തന്നെ വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് 2 ആനയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കളെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കുഞ്ഞുമക്കളെന്നല്ല, വലിയവരും എല്ലാം ഇങ്ങനെ തല വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ആനകളെ അഡോപ്റ്റ് ചെയ്തവരുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചൂടിൻ്റെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്രയ്ക്ക് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ആളുകളൊക്കെ ഒന്ന് വന്ന് തളർന്ന് കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ഇത് കടുവ. ഈ കടുവയെക്കുറിച്ച് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. തമിഴിലാണ് പറയുന്നതെന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് കേട്ട് നോക്കുക. கேட் ஸ்பீஷஸ் ஸோ ஆப்வியஸ்லி அவரது எப்போவுமே நெயில் வெளியே இருக்கும். ஆனால் இவங்க கேட் ஸ்பீஷஸ் வந்து எப்போவுமே உள்ளதான் வச்சுருப்பாங்க. ஹண்ட் பண்ணுற டைமில் மட்டும்தான் அது வெளியே இருக்கும். ஸோ அப்படி என்ன ஆகும்னா இவங்க நடந்து போகிற டைமில் இது வெளியே இருக்காது. அப்போ இது டோகு எப்போவுமே வெளியே இருக்கிறதுனால நெயில் எப்போவுமே வெளியே இருப்பான், ஆனால் இதுக்கு இருக்காது. ஸோ அப்படி ஐடென்டிஃபை பண்ணலாம். அதே மாதிரி நான் வீட்டு பக்கத்துல எல்லாம் வந்து இதோட குழந்தைங்க எல்லாம் இருக்கும்ல, லெப்பர்டோட குழந்தைங்க எல்லாம் பார்த்தீங்கன்னா நம்ம என்ன பண்ணுவோம், அது க்யூட்டாக இருக்குன்னு நல்லா சொல்லி போய் செல்ஃபி எடுப்போம், அது நல்லா டச் பண்ண ட்ரை பண்ணுவோம். அப்படிலாம் பண்ணிங்கன்னா என்ன ஆகும்னா இவங்க வந்து ஒரு 2-3 குழந்தைங்க எல்லாம் ஒரே டைமில் போன் ஆயிருப்பாங்க. ஸோ ஒரு இடத்துல இருந்து இன்னொரு இடத்துல ட்ரான்ஸ்ஃபர் பண்ணுறதுக்காக வாயில் கடிச்சு எடுத்துட்டு போயிடுவாங்க. அந்த டைம் திருப்பி வர்றதுக்குள்ளே நம்ம டச் பண்ணிங்கன்னா நம்மளோட ஸ்மெல் அதுக்கு தெரிய வரும். ஸ்மெல் தெரியும் போது என்ன பண்ணுவாங்க, திருப்பி வந்து டச் பண்ண மாட்டேன். எதுவும் டேஞ்சர் இருக்குன்னு தெரிஞ்சு ஒன்றும் இல்லைன்னா அதை கொலை பண்ணிவிடுவாங்க, இல்லைன்னா அதை அப்படியே விட்டுட்டு போகும். ஸோ அனாதை ஆகிடும்ல, அதில் எல்லாம் திருப்பி எடுத்துகிட்டு வந்து இதே மாதிரி சூழலை போட்டுருவாங்க. அவங்களுக்கு நல்ல ஒரு வாழ்க்கையே கிடைக்க மாட்டாமா கூட எல்லாம். ஸோ அந்த மாதிரி விடக்கூடாது. ஒரு டே ஃபுல்லாக அதை ஒப்சர்வ் பண்ணணும். ஆனால் பக்கத்துலேயும் போகக்கூடாது, நமக்கு ஏதாவது அட்டாக் ஆகும்ல. ஸோ பக்கத்துலேயும் போகக்கூடாது, அதை ஒப்சர்வ் பண்ணி அதுக்கப்புறம் தான் ரெஸ்கியூ டீம்னா கூப்பிடணும். ஸோ 1 டேக்குள்ளே வந்து அதை ரெஸ்கியூ பண்ணி போயிடுவாங்க. ஸோ May 3 வந்து லெப்பர்ட் டே இருந்துச்சு, அதனால் இன்றைக்கி செலிப்ரேட் பண்ணுறோம். அதுக்காக மார்னிங் ஆக்சுவலி வந்து நாங்கள் கொஞ்சம் பேப்பர்லெல்லாம் பண்ணி டோய் எல்லாம் இட்டுருந்தோம். அவங்க எப்படி ஆக்டிவ் ஆவாங்க, எப்படி பண்ணுவாங்கன்னு தெரிஞ்சது. ரொம்ப ஆக்டிவாக இருந்தாங்க. மார்னிங்கு வந்து அட்டாக் பண்ணுறது, ஸ்மெல் பார்க்குறது எப்படி அட்டாக் பண்ணுவாங்கன்னெல்லாம் நம்ம
மார்னிங் இருந்துச்சு. ஸோ இது அவேர்னஸ் பண்ணலாம், நிறைய பேருக்கு தெரியாதுல்ல, அதனால. ஸோ மச் தேங்க்ஸ். ನಿಮ್ಗೆ ಐಡೆಂಟಿಫೈ ಮಾಡ್ತೀರಾ ಬಟ್ ಯಾವುದು ಮತ್ತೆ ಡಾಗ್ ಯಾವುದು ಮತ್ತೆ ಇನ್ನೊಂದಿದೆ അവിടെ സിംഹം ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു. നല്ലപോലെ അവിടെ കിടക്കുകയാണ്. ആളുകളൊക്കെ ബഹളം വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റിട്ട് പിന്നെ അതവിടെ ഒന്ന് കിടന്നു. ഇനി ബേർഡ്സ് നമുക്ക് കാണാം. ഇത് വെള്ള മയില. ഞാൻ ആദ്യമായിട്ട് കാണുക വെള്ള കളറിലെ മയിലിനെ. എന്താണേലും അത് വളരെ ഭംഗിയായിട്ട് പീലിയൊക്കെ നിവർത്തി ഒന്ന് ആടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ദാണ്ട ഒരു മയിലാണെങ്കിൽ താഴെ കിടക്കുന്നുണ്ട്. അപ്പുറം വെള്ള കൂടാതെ ഉണ്ട് കേട്ടോ, കളറുള്ള സാധാ മയിലിൻ്റെ കളറുള്ളത് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. എന്താണ് ഞാൻ പീലി നിവർത്തി മയിൽ നൃത്തം ചെയ്യുന്നത് കാണിച്ചു തരാം. అదిగో పెద్ద నెమళ్ళనా, అదిగో పక్షి, అదిగో అదిగో ഇത് സാധാ മയിലാണ്. അതിൻ്റെ പീലി നിവർത്തുവാണ്. ഉച്ച സമയമായതുകൊണ്ട് ആമ, പാമ്പ്, മരയോന്ത ഇതെല്ലാം മാളത്തിലായിരുന്നു. വളരെ ക്ലിയറായിട്ട് കിട്ടിയില്ല. ഏകദേശം സൂര്യ കാഴ്ചകളെല്ലാം തന്നെ മുന്നോട്ട് പോകണം. ഇത്രയും നേരം എടുക്കുമെന്ന് ഓർത്തില്ല. ഒരു 3:30, അതായത് 4 മണിക്കൂറോളമാണ് സൂയിൽ തന്നെ ചിലവായിരിക്കുന്നത്. അത്രയ്ക്ക് നടക്കാനും ഉണ്ട്, അത്രയ്ക്ക് കാണാനും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി കഴിക്കണം. കഴിച്ചിട്ടൊക്കെ നമുക്ക് കാണാം. സൂ കാണാൻ ഒരുപാട് നടക്കേണ്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു. അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിക്കാൻ കയറിയതാണ്. ഇതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച്, കൂടാതെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു കൊട്ട പോലെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. വിശന്നും ദാഹിച്ച് നമ്മൾ മടുത്തു പോകും നടന്നു കഴിയുമ്പോഴത്തേക്കും. ഈ കൊട്ടയ്ക്കകത്തെ ഫ്രൂട്ട്സിനകത്ത് പൈനാപ്പിള്, തണ്ണിമത്തങ്ങ, ആപ്പിള്, കൂടുതലും പപ്പായയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുകൊണ്ടാണോ എന്നറിയത്തില്ല, അവർ നമ്മൾ ഈ ഫ്രൂട്ട്സിന് മുകളിൽ കൂടെ മുളക് പൊടി ഉപ്പും കൂടെ വിതറി തന്നു. അതുകൊണ്ടാവാം നല്ലൊരു ടേസ്റ്റ് തോന്നിയത്.
എന്ത് കിട്ടിയാലും കഴിക്കാനുള്ള വിശപ്പായിരുന്നു നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ആ ഫ്രൂട്ട്സ് കിട്ടിയ പോലൊരു സാധനം കൊട്ട പോലെ ആക്കി എന്തിൻ്റെയോ ഇല കണ്ടോ, 2 ഇല വെച്ച് ഈർക്കിലി വെച്ച് ഇങ്ങനെ കുത്തിയവർ കൊട്ട പോലെ ആക്കി എടുത്തേക്കുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. ചോറ് കൊണ്ടുപോയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഫുഡൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നവർക്കൊന്നും ഫുഡില്ല എന്ന് പറഞ്ഞ് അവർ എന്താ കടയിൽ കയറി എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. ഇവിടെ ചോറൊക്കെ നല്ല സെറ്റപ്പായിട്ടിരുന്നു കേട്ടോ. തേങ്ങാച്ചോറ് ഇറച്ചിയൊക്കെ നല്ല മിക്സായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. വിശപ്പിൻ്റെ കൂടുതൽ കൊണ്ടല്ല, ഒരു പ്രത്യേക ഒരു രുചിയായിരുന്നു കഴിക്കാനായിട്ട്. പൊതിച്ചോറൊക്കെ അല്ലേ, അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ വരുമല്ലോ. ബനാർഘട്ട നാഷണൽ പാർക്കിൽ വന്ന കാഴ്ചകളൊക്കെ നിങ്ങളും കണ്ടല്ലോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. വളരെ മനോഹരമായ ഒരു പാർക്കാണ്. ഇനി ഇവിടെ ഉള്ളത് ബട്ടർഫ്ലൈ പാർക്കാണ്. കുറേയേറെ ചെടികളും ഒരുപാട് ബട്ടർഫ്ലൈയും ഒക്കെ ഉണ്ട്. അവിടേക്ക് നമ്മൾ പോയില്ല. ഇനി വീട്ടിൽ പോകണം. ഏകദേശം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുക. അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒരുമിച്ച് കാണാം, ഒരുമിച്ച് ആസ്വദിക്കാം. ബൈ ബൈ.